ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പപ്പായ സ്മൂത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡ്രിങ്കാണ്. നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ പപ്പായൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ വീട്ടിലുണ്ടായ പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള പപ്പായയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ കഷ്ണങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കഷ്ണം ആപ്പിൾ കൂടി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാല് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തതാണ് കേട്ടോ. ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കണേ, എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലപോലെ സ്മൂത്ത് ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ലപോലെ തന്നെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്നിടയിൽ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പപ്പായ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അത് വെറുതെ വേണമെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേൽവശത്തായിട്ട് കുറച്ചും കൂടി കട്ട് ഫ്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്കായി 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടി. ഐസ്ക്രീം ഇവിടെ ഉണ്ടായിരുന്നു, ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു ഡ്രിങ്ക് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പപ്പായ ഇഷ്ടമില്ലാത്തവർ വരെ ഇത് കഴിച്ചു നോക്കൂട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഇതുപോലെ അപ്പോൾ ഡെക്കറേറ്റിന് വേണ്ടി കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ മേലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ പപ്പായ കൊണ്ടൊരു സ്മൂത്തി കഴിച്ചു നോക്കൂ. അടിപൊളിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, സൂപ്പറാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മാത്രം പോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ.